നിന്റെ ഭാര്യയായിട്ടുള്ള പ്രശ്നം പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു തീർത്താ? അത് തീർത്തല്ല. പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത് പറഞ്ഞു വിട്ടാൽ ഞാനാണ്, അറിയാലോ. അപ്പൊ ഭാര്യയ്ക്ക് വലിയ പരാതിയാണ്. അപ്പൊ ആ പരാതിയില്ലേ, നിന്നെ കുറിച്ച് ഒരുപാട് പരാതിയില്ലേ, പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത് പറഞ്ഞില്ലേ? അത് ഈ ലൊക്കേഷനിലൊക്കെ വരുമ്പോഴത്തേക്ക് സിനിമയല്ല സാർ, എന്നും ഒന്ന് വീട്ടിൽ. അപ്പൊ ഈ പെണ്ണിന്റെ സംഭവങ്ങൾ അവൾ അറിഞ്ഞിട്ടുണ്ടാവും. ഈ പെണ്ണിന്റെ എന്ത് സംഭവം? ഈ പെണ്ണിന് അതാണ് ഞാൻ ചോദിക്കുന്നത്, എന്താ സംഭവം? നീ അവസാനം എന്താ ബാക്കിയുള്ള കാര്യം കാതര ഉള്ളത് തുറന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ മാപ്പ് സാക്ഷിയാക്കാം, ഇല്ലെങ്കിൽ പ്രതിയാക്കാം. സത്യം, എന്റെ ചേട്ടൻ സഹോദരന്റെ കൂടെ പഠിച്ച സാറേ, ഞാൻ ഈ പറയുന്ന സത്യം. ഞാൻ എഴുത്ത് കൊടുത്തല്ലോ, എഴുത്ത് കൊടുത്തിട്ട് മറുപടി കിട്ടിയാ? എഴുത്തിന് ഇല്ല. എന്ത് പറഞ്ഞവള്? പിന്നീടല്ലേ ഇവിടെ വരാതിരുന്നത് കാണാൻ. അതെ, അപ്പൊ ആ എഴുത്ത് നീ കൊടുത്തത് കാരണമാണ് അവള് പോയത്. അയ്യോ അല്ല, ഞാൻ ചോദിക്കുന്നത് മറുപടി ഉണ്ടെങ്കിൽ എനിക്ക് യാതൊരു സംശയമില്ല. നീ എഴുത്ത് കൊടുത്തതിന്റെ അന്നാണ് അവൾ ഇവിടുന്ന് കാണാതായിരിക്കുന്നത്. പാവപ്പെട്ട ഒരു പെണ്ണിന് നീ ആ എഴുത്ത് ഞാൻ വായിച്ചു. വൃത്തിയിട്ടവനെ എന്തൊക്കെ എഴുതി വെച്ചിരിക്കണം. എന്റെ ഭാവനയോട് ഭാവന നീ വിവാഹിതനല്ലേ, പുതിയ ജീവിതം കൊടുക്കാൻ നീ എന്തിനാ എഴുതി? നിനക്ക് ജീവിതം കൊടുക്കാൻ പറ്റുമോ? നിനക്ക് പുതിയൊരു ജീവിതം കൊടുക്കാൻ പറ്റുമോ നിന്റെ ഭാര്യ ഉള്ളപ്പോ? ഒരിക്കലും പറ്റില്ല. പിന്നെ എന്തിനു പുതിയ ജീവിതം കൊടുക്കാന്ന് എഴുതിയത്? ഞാനത് അടിച്ചതിന്റെ അതില് അവള് പ്രതിഷേധിച്ചു പോയി. നീ ആ പ്രതിഷേധത്തിൽ നീ അവളെ പിന്തുടർന്ന് പോയി. അവളുടെ വീട്ടിന്റെ ഏതാനും അവർ വാരം ഇപ്പുറത്ത് വെച്ച് കഴുത്ത് ഞീരിച്ചു കൊന്നിട്ട് നീ പുഴയിൽ ഒഴുക്കി അത് കടലിലോട്ട് പോയി. അതല്ലേ കണ്ണിച്ചോറില്ലാത്ത ഡയലോഗ് പറയണ്ടേ സാറേ? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല, ചിന്തിക്കാൻ പോലും പറ്റത്തില്ല സാർ. ഇത്ര ഞാൻ എഴുതുമ്പോൾ പോലും ചിന്തിക്കാൻ പറ്റത്തില്ല എനിക്ക്. സംവിധായകൻ ആളെങ്ങനെ എല്ലാം കൊണ്ട് ഡീസന്റ്. പിന്നെ പെണ്ണുങ്ങളുടെ അടുത്ത് മാത്രം ഇച്ചിരി താല്പര്യം കൂടുതൽ. എന്നാ എനിക്കറിയേണ്ടത്. അവന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു. അവൻ എങ്ങനെ ആളെങ്ങനെ? ഡിക്രു എന്നുള്ള അവന്റെ പേരല്ലേ? 34 വയസ്സ്. ഒരു സ്വഭാവമല്ലോ. അല്ല, 34 വയസ്സ്. അവന്റെ ഭാര്യ ഞാൻ ഡീറ്റെയിൽസ് എടുത്ത്, ജാസ്മിൻ. 5.5 അടി പൊക്കം. പൊക്കമൊന്നും മണ്ണൊന്നും എനിക്കറിയണ്ട. എന്റെ ശരീര അളവ് ഞാൻ എടുത്തോളാം. അവന്റെ ശരീര അളവ് ഇന്നേ എടുത്തു വെച്ചോ, കാരണം അവന് ഞാൻ ഇടിച്ചതിന് ശേഷം വേറെ അളവായിരിക്കും. പറഞ്ഞു മനസ്സിലായില്ലേ? ഇന്ന് അവന്റെ അളവ് എടുത്തു വെച്ചോ, നാളെ അളവെടുക്കുമ്പോ എല്ലാം വ്യത്യാസമായിരിക്കും കേട്ടാ. അല്ല, ഇതിന്റെ പിന്നിൽ അവൻ എന്ത് പങ്കുണ്ടെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അവന്റെ സ്വഭാവം പറ, ബാക്കി കാര്യം ഞാൻ. അല്ല, അവന് വേറൊന്നുമല്ല, അവന് ഇവിടെ വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെ പോലും വിടുന്ന ഒരു സ്വഭാവം ഇല്ല. എല്ലാത്തിനോടും കമന്റ്സ് പറയുന്നുണ്ട്. പക്ഷെ ഇത്രക്കൂടും കൊല്ലാനുള്ള ചിക്കൻ ഫ്രൈ ആണ് അവൻ. ചിക്കൻ ഫ്രൈ ആണ്, പക്ഷെ ഒരു കൊല്ലാനുള്ള മനസ്സൊന്നും ഇല്ല. കൊന്നിട്ടില്ല, കൊലയിലേക്ക് നയിച്ചോ കാര്യങ്ങൾ ചെയ്ത് അവൻ ആളെ വിട്ട് കൊല്ലിക്കുന്ന ടൈപ്പാണ് അല്ലേ? പഞ്ചാര ടൈപ്പ് ഉണ്ട്, പക്ഷെ എന്തായാലും കൊന്നൊന്നും എനിക്ക് പറയാൻ പറ്റൂല സാർ. ഒന്നും അല്ല, അവൻ കൊല്ലില്ലെങ്കിൽ ആളെ വിട്ട് അവനെ കൊല്ലിക്കാമല്ലോ. അവന് ഈ വേറെ ഗുണ്ടകൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ? ഇല്ല സാർ. ഈ വാടക കൊലയാളികൾ? ഇല്ല, അടി നേരിട്ട് കാണിച്ചാൽ പിന്നെ അവിടുന്ന് 7 കിലോമീറ്റർ അടുത്ത്. അതുകൊണ്ട് അങ്ങനെയുള്ളവരാണ് വാടക കൊലയാളികൾ ഏർപ്പെടുത്തുന്നത്. ധൈര്യമുള്ള ആരെങ്കിലും നേരിട്ടില്ലേ ചെന്ന് കൊല്ലും. ഇവൻ അങ്ങനെ അടിക്കാരുമായിട്ടൊരു ബന്ധമില്ല സാർ. ബന്ധമില്ല? ഇല്ല സാർ. അവന് നീയും കൂടെ ചേർന്ന് കൊലപാതകം ചെയ്താണെന്ന് ഞാൻ പറഞ്ഞ സാറ് അറിഞ്ഞോണ്ടിരിക്കത്തേ ഉള്ളൂ സാർ. അങ്ങനെ നടന്നിട്ടില്ല. അല്ല, അങ്ങനെ നടന്നിട്ടില്ല സാർ. സാർ വെറുതെ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ സാർ. മൊയ്തീൻ ആളെങ്ങനെ? മൊയ്തീൻ ആൾ സൂപ്പറാണ് സാർ. സൂപ്പർ എന്നല്ലേ ചോദിച്ചാൽ അവന്റെ സ്വഭാവം എങ്ങനെ? അവന്റെ സ്വഭാവം എനിക്ക് ഒരു ഇതൊരു പിടുത്തം കിട്ടിയിട്ടില്ല സാർ. പ്രേമലേഖനം കൊടുത്തു? അല്ല, ഓന്തിന്റെ സ്വഭാവം ഉണ്ട്, പലപ്പോഴും പല സ്വഭാവമാണ് സാർ. അതുകൊണ്ട് ചിലപ്പോൾ അവൻ കൊടുക്കാൻ. ഇതിൽ കൂടുതൽ കൊല ചെയ്തിരിക്കാൻ സാധ്യത ആരാണ് സാർ? ഈ ലൊക്കേഷനിൽ അങ്ങനെ ഒരു സാധ്യത കാണുന്നില്ല സാർ എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു കാര്യം, ഞാൻ ഈ ചോദ്യം ചെയ്ത വിവരം നിന്റെ മനസ്സിരിക്കട്ടെ. ഓ സാർ, ഇരിക്കട്ടെ. ഞാൻ അവന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഈ വിവരം ഒന്നും നീ പറയാം ഇല്ല. ഞാൻ ഇതാ ഇവിടെ മൈക്ക്. അല്ല, അവിടെ ഒരു പ്രോഗ്രാം നടക്കുകയാണ് സാർ. നേരത്തെ ഒരു മൈക്ക് സാക്ഷനൊക്കെ മേടിച്ചാണ് സാർ. മൈക്ക് സാക്ഷൻ വാങ്ങിച്ചാ? മേടിച്ചതാ സാർ. ആ ഒരു കാര്യം ഞാൻ അവനെ ഒന്ന് ചോദ്യം ചെയ്യും. അതെ, നിന്റെ ഡയറക്ടർ, അവന്റെ പേരെന്താ? ഡിക്രൂസ്. വലിയ ഡിക്രൂസ്. ഇടിച്ച് അവന്റെ ഡിക്രൂസുകളെ കളഞ്ഞു, അറിയാം. അവന്റെ ഡിക്രൂസ് ഞാൻ ഇന്ന് ഇളക്കും. നീ ഇടപെടാൻ വരരുത്. ചേട്ടന്റെ കൂടെ പഠിച്ചൊന്നും ഇല്ലെന്നുണ്ടല്ലോ, പറഞ്ഞേരെ. എല്ലാരും എനിക്ക് ചോദ്യം ചെയ്യണം. നീ ഇവിടുന്ന് പോരുത്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ ഇവിടുന്ന് ആരും പോണ്ട. റിസോർട്ടല്ലേ? അതെ, റിസോർട്ട്. ഇവിടെ റൂമൊക്കെ ഉണ്ടല്ലോ, താമസിച്ച് നീ എന്നെ വാടക കൊടുത്തേരാ കേട്ടാ. എവിടെ ഡിക്രൂസ്? അവിടെ ഉണ്ടോ?